இருக்காங்கடா. 10 வருஷம் உள்ள இருந்தேன்னு மட்டும் தானே சார் தெரியும். உள்ள போறதுக்கு முன்னாடி என்ன பண்ணிட்டு இருந்தேன்னு தெரியாதில்ல. വിക്രം സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് വിജയം നേടിയതോടെ ലോകേഷ് കനകരാജിന്റെ വരാനിരിക്കുന്ന സിനിമകൾക്കായി ആരാധകർ വലിയൊരു കാത്തിരിപ്പാണ് നടത്തി വരുന്നത്. നിലവിൽ ദളപതി 67, കൈദി 2, വിക്രം 3, ഇരുമ്പിക്കൈ മായാവി, രാംചരൺ ചിത്രം ഇങ്ങനെ 6ഓളം സിനിമകളാണ് ലോകേഷിന്റേതായി വരാനിരിക്കുന്നത്. സമ്മതിച്ചിരിക്കുന്നു. അതാണ് ജാക്കി ചാൻ അബ്ദുൽ ജബ്ബാർ. ഇങ്ങനെ 6ഓളം സിനിമകളാണ് ലോകേഷിന്റേതായി വരാനിരിക്കുന്നത്. എന്തായാലും എല്ലാരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. അറിഞ്ഞിടത്തോളം അവൻ ചില്ലറക്കാരനാണെന്ന് തോന്നില്ല. ഈ കൈദി 2ലേക്ക് വന്നാൽ കാർത്തി എന്ന നടന്റെ അഭിനയത്തിന്റെ കാര്യത്തിലായാലും ബോക്സ് ഓഫീസ് പവറിലായാലും കരിയർ ബെസ്റ്റ് ചിത്രം തന്നെയായിരുന്നു കൈദി. ദളപതി 67ന്റെ റിലീസിന് മുൻപ് തന്നെ കൈദി 2 റിലീസിനെത്തുമെന്നാണ്. അതിന് കാരണം എന്തെന്നാൽ കൈദി 2 എത്താൻ പോകുന്നത് കൈദിയുടെ പ്രീക്വലായിട്ടും സീക്വലായിട്ടുമായിരിക്കും. ഇത് ഹബീബ് പറഞ്ഞ പോലെ നരിയാണേ. അതായത് കൈദിയുടെ കഥ നടന്നതിന് മുമ്പുള്ള കാര്യങ്ങളും കൈദിയുടെ കഥ നടന്നതിന് ശേഷമുള്ള കാര്യങ്ങളും. വെറും ഭയങ്കരനല്ല, ഭയങ്കരമായ ആളും. ഇതിൽ കൈദിയുടെ കഥ നടക്കുന്നതിന് മുൻപുള്ള കാര്യങ്ങൾ കാണിക്കുന്ന സീനുകൾ നേരത്തെ തന്നെ 90% ചിത്രീകരണം കഴിഞ്ഞതാണ്. ഇനി അതിന്റെ ബാക്കി ചിത്രീകരണവും ഒപ്പം തന്നെ കൈദിയുടെ കഥ നടന്നതിന് ശേഷമുള്ള ഭാഗത്തിന്റെ ചിത്രീകരണമാണ് ചിത്രീകരിക്കാനുള്ളത്. എന്തായാലും കലക്കിട നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. 32 ദിവസത്തെ ഷൂട്ട് വേണമെന്നാണ് ലോകേഷ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ദളപതി 67ന്റെ വർക്കുകൾ തുടങ്ങിയ ശേഷം ഇടയിൽ കൈദി 2ന്റെ ബാക്കി ചിത്രീകരണം നടക്കുമെന്നും ഒരു 5-6 ഏലസ് കൂടി മേടി ജപിച്ച് എന്റെ അരയിലും കൂടെ കെട്ട് ഇവനെ ദൃഷ്ടിപ്പെടും. അത്രയ്ക്ക് ബുദ്ധിയാ. 2023 അവസാനമോ 2024 ആദ്യമോ തന്നെ കൈദി 2 റിലീസിനെത്തുമെന്നും ചിത്രത്തിന്റെ നിർമ്മാണ കമ്പനിയായ ഡ്രീം വാരിയർ പിക്ചേഴ്സ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അയാൾക്ക് നിയമമില്ല, കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ. ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ടേ ജഗന്നാഥൻ ഈ മണ്ണ് വിട്ടുപോകും. திருச்சியில நடந்த ட்ரக் பஸ்டுக்கு காரணம் மிலிட்டரியோ போலீஸோ இல்ல, ஜெயில இருந்து பரோல்ல வந்த ஒரு கைதி ரோலக்ஸ். அவன் பேரு டில்லி. வருஷம் உள்ள இருந்தேன்னு மட்டும் தானே சார் தெரியும். உள்ள போறதுக்கு முன்னாடி என்ன பண்ணிட்டு இருந்தேன்னு தெரியாதில்ல. தானே போற இந்த காளியோட ஆட்டத்தை